ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പുട്ട് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റിൽ നമുക്കിത് സെറ്റായി കിട്ടും. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ 1/3 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്താണ് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ പുട്ടുപൊടിയൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ചിരകിയതിട്ടിട്ട് നമുക്ക് ഗോതമ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ മീതെ വെച്ച് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പഴം അല്ലെങ്കിൽ ചെറുപയർ കറി, കടലക്കറിയുടെ ഒക്കെ ഒപ്പം നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് ഗോതമ്പ് പുട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും തലേ ദിവസം ഉണ്ടാക്കി വെച്ച മീൻകറിയുമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഓൾറെഡി കറി വെച്ച മീൻകറിയും ഈ സൈഡിൽ ഇരിപ്പുണ്ട്. അടുത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും തലേ ദിവസത്തെ മീൻകറിയുമാണ്. അപ്പോൾ അത് കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. അപ്പോൾ ഇങ്ങനെ ഗോതമ്പ് പുട്ടും മീൻകറിയും കൂട്ടി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.